പോർട്ട്ഫോളിയോസ്. ഓക്കെ, സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. എന്താ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാല്? It's a collection of students' work compiled over time to showcase the learner's progress, skills and achievements. അതായത് ഒരു കുട്ടി ഇത്രയും കാലം എടുത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഫയൽ ചെയ്യാം, അല്ലെ? അതിന്റെ ഒരു സോളിഡ് എവിഡൻസ് എടുത്ത് ഫയൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റുഡന്റിന്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പല തരത്തിലാണ്. ഇത് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ ചോദിച്ചാൽ ഇത് നമുക്ക് എഴുതാം. അപ്പൊ എന്താ വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റുഡന്റിന്റെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസും തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ എസ്സേകള്, റിലേറ്റഡ് ടു സ്റ്റഡീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മള് എന്താ പറയാ ഫയൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മള് വർക്കിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ ഏറ്റവും നല്ല വർക്കിനെ മാത്രം നമ്മൾ എടുത്ത് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഷോകേസ് പോർട്ട്ഫോളിയോ എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാ വർക്കിനെയും നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് വർക്കിംഗ് പോർട്ട്ഫോളിയോ ആണ്. എന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് വർക്കുകളെയാണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? ഷോകേസ് പോർട്ട്ഫോളിയോ ആണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? അസസ്മെന്റ് പോർട്ട്ഫോളിയോ. അസസ്മെന്റ് എന്താണ്? ടു അസസ് ലേണിംഗ് ഔട്ട്കംസ് ഓഫ് സ്കിൽസ്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുകയാണ്, ആ കുട്ടിയുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രശ്നം കണ്ടിട്ട് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. അപ്പൊ ആ ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്ന ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ നമുക്ക്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു അസസ്മെന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പ്രൂവ്മെന്റ് കാണാം. ഓക്കെ, അതേപോലെ തന്നെയാണ് എന്ത്? ഗ്രോത്ത് പോർട്ട്ഫോളിയോ വരുന്നത്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അസസ്മെന്റ് പോർട്ട്ഫോളിയോ ഗ്രോത്ത് പോർട്ട്ഫോളിയോ നമുക്ക് ഒരുപോലെ തന്നെ പറയാം. എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? എന്താ, ഇപ്പൊ ഞാൻ വന്ന് ജോയിൻ ചെയ്തപ്പോ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്റെ ഫസ്റ്റ് ക്ലാസ് എങ്ങനെയായിരുന്നു, എന്നിട്ട് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോ എങ്ങനെയാണ് എന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ എന്താ ചെയ്യുന്നുണ്ടാവുക? എന്തുമാത്രം ഞാൻ നന്നായി, അല്ലെങ്കിൽ എന്തുമാത്രം ഞാൻ കോൺഫിഡന്റ് ആയി, എന്തുമാത്രം ഞാൻ പ്രിപ്പറേഷനിൽ ബെറ്റർ ആയി എന്ന രീതിയിലായിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പൊ ബെറ്റർ ആയെങ്കിൽ അതെന്താണ്? എന്റെ ഗ്രോത്ത് പോർട്ട്ഫോളിയോ ആണ്. അത് വെച്ചിട്ട് എനിക്ക് എന്തും ചെയ്യാം, അസസ്മെന്റ് നടത്താം, അല്ലെ? എന്തുമാത്രം നന്നായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പൊ ആ ഇമ്പ്രൂവ്മെന്റും എനിക്ക് ഇവിടെ കാണാം, ഇതിൽ കാണാം. സോ അതാണ് നമ്മുടെ എന്ത്? ഗ്രോത്ത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഗ്രോത്ത് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അസസ്മെന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? നമ്മുടെ റിഫ്ലക്റ്റീവ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ലേണിംഗ് പോർട്ട്ഫോളിയോ. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ഉണ്ടാവുക? നമ്മളെ കുറിച്ച് തന്നെയുള്ള റിഫ്ലക്ഷൻസ് എഴുതുകയാണ്. ഓക്കെ, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വന്തമാണ്. അപ്പൊ ആ ഒരു റിഫ്ലക്ഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ എന്ത്? ലേണിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടാവാം? ആ കുട്ടി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്, ഏതാ ഈസി ആയിട്ടുണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിയെ പറ്റി തന്നെ എഴുതാം. ഇന്ന സബ്ജക്ട് എനിക്ക് എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ ഈ സബ്ജക്ട് ഈ ടോപ്പിക് എനിക്ക് പാടാണ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഒരു ഗ്രൂപ്പ് ചെയ്ത വർക്കിന്റെ നമ്മളിപ്പം ഒരു ഗ്രൂപ്പ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്ലാസ്സിനെ, എന്നിട്ട് ആ ഗ്രൂപ്പിന് നമ്മൾ വർക്ക്സ് കൊടുക്കുന്നുണ്ട്. മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം മൊത്തം വർക്ക്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ചെയ്ത വർക്ക്സിന്റെ എല്ലാം പ്രൂഫായിട്ട് നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് ആ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതല്ലേ? അപ്പൊ ആ ഗ്രൂപ്പിലെ കുട്ടികൾ ചെയ്ത വർക്ക്, അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് ആ ഗ്രൂപ്പിന്റെ പോർട്ട്ഫോളിയോ. ഓക്കെ, ഇനി ഇപ്പത്തെ പോർട്ട്ഫോളിയോസ് ഒക്കെ എങ്ങനെയാണ്? ഡിജിറ്റൽ ആണ്, അല്ലെ? അപ്പൊ ഡിജിറ്റൽ പോർട്ട്ഫോളിയോസ് ഉണ്ട്. ഇപ്പത്തെ കുട്ടികൾ ചെയ്യുന്നത് എന്താണ്? വെബ്സൈറ്റ് ഉണ്ടാക്കലും ആപ്പ് ഉണ്ടാക്കലും അങ്ങനത്തെ വലിയ വലിയ പരിപാടികളുമാണ്. അപ്പം അതിന്റെ ഒരു വേർഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ വേർഷൻ ഓഫ് ദിസ് പോർട്ട്ഫോളിയോസ്, ദാറ്റ് ഇസ് വാട്ട് ഡിജിറ്റൽ ഓർ ഇ പോർട്ട്ഫോളിയോ. സോ ഇങ്ങനെ നമുക്ക് ആ പോർട്ട്ഫോളിയോസിനെ പല ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതെല്ലാം എന്താണ്? സ്റ്റുഡന്റിന്റെ പോർട്ട്ഫോളിയോസ് ആണ്. ഇനി എന്തിനു നമുക്കിത് യൂസ് ചെയ്യാം? നേരത്തെ പറഞ്ഞത് തന്നെ നമുക്കൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടെ എന്താണ്? സ്റ്റുഡന്റിന്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം, വർക്ക് അസസ് ചെയ്യാം, അതേപോലെ പേരന്റ്സ് നമുക്ക് കാണിച്ചു കൊടുക്കാം, അല്ലെ? പേരന്റ്സിനാണെങ്കിലും ഹൈദർ അതോറിറ്റിക്കാണെങ്കിലും കാണിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്റെ ഒരു വർക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ടാവും? എനിക്ക് എന്നെ തന്നെ അസസ് ചെയ്യാം, അതേപോലെ എനിക്കത് എങ്ങനെ നന്നാക്കാം, ഞാൻ അതിനെ കുറിച്ച് ഒന്നും കൂടെ ചിന്തിക്കും, അല്ലെ? അതേപോലെ എന്റെ കോൺഫിഡൻസ് കൂടും, അല്ലെ? എനിക്ക് എന്റെ ഒരു വർക്ക് കാണാൻ എന്താ ഇഷ്ടം ഉണ്ടാവും, ഞാൻ ചെയ്തതായത്. അപ്പൊ എനിക്ക് ഇനി ചെയ്യാനും തോന്നും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ യൂസസ് ഉണ്ട്. പിന്നെ എന്താണ്? ഡോക്യുമെന്റിങ് ലേണിംഗ് ഫോർ കോളേജ് ആൻഡ് കരിയർ റെഡിനെസ്. അപ്പൊ ഇത് തന്നെയായിരിക്കും നമ്മൾ അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആദ്യം കാണിക്കുന്നുണ്ട്. അവ കണ്ടോ, ഇതെന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്, ഇതെന്റെ മാർക്ക് ലിസ്റ്റ് ആണ്. അപ്പൊ അത് കണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? നെക്സ്റ്റ് കരിയർ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അതായിരിക്കും നമ്മൾ എന്ത്? പ്രൂഫ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ. പക്ഷെ യൂസസ് നമ്മൾ ഒന്നും കൂടി പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഫ്രം ദ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ടീച്ചർ പോയിന്റ് ഓഫ് വ്യൂ. അത് നമുക്ക് കാണാം. നെക്സ്റ്റ് സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോസിൽ എന്തൊക്കെ കാണും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അത് നമുക്ക് ആ ടൈപ്സിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ എന്തൊക്കെ കാണാം? റൈറ്റിംഗ് സാമ്പിൾസ് കാണും. ഇപ്പൊ എസ്സേയോ റിസർച്ച് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സാമ്പിൾ കാണും. അതേപോലെ ആർട്ട് വർക്ക്, ഇപ്പൊ ഡ്രോയിങ് അങ്ങനെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആ ഫീൽഡിലാണെങ്കിൽ അവരുടെ വർക്ക് കാണും. ഇപ്പൊ ഫോട്ടോഗ്രാഫി ഫീൽഡിലാണെങ്കിൽ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ കാണും. മ്യൂസിക് ഫീൽഡിലാണെങ്കിൽ എന്താണ്? അവിടെ പല കമ്പോസിഷൻസും പിന്നെ ഓഡ് റെക്കോർഡിങ്സും അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഇതൊക്കെ
കൂടി വന്നാലും ഇതെന്താണ്, ഇതൊക്കെ ആ സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോയിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ അലൗഡ് ആണ്. സോ ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് ഈ കുട്ടിയുടെ പോർട്ട്ഫോളിയോ ആണ്, ഈ കുട്ടി ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഈ UX VUI എന്ന് പറയുന്ന യൂസർ ഇന്റർഫേസ്, യൂസർ എന്താ പറയാ അതായത് ഡിജിറ്റൽ ബേസ് യൂസർ എക്സ്പീരിയൻസ്, യൂസർ ഇന്റർഫേസ് എന്നൊക്കെ പറയുന്ന ഇതാണ്. അപ്പൊ അതെന്ന് പറയുന്നത് ജനറലി എന്താണ്, വെബ്സൈറ്റ്സ്, ആപ്സ്, സോഫ്റ്റ്വെയർസ് അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ആപ്ലിക്കേഷൻസ് ആൻഡ് ഡിസൈൻ ആർട്ടിക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെല്ലാം എന്തെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, സ്റ്റുഡന്റിന്റെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ ടു സ്റ്റുഡൻസ്. അതേപോലെ ടീച്ചേഴ്സിന് ചെയ്യാനുണ്ട് നമുക്ക്. സോ രണ്ടുപേർക്കും എങ്ങനെ ബെനിഫിഷ്യൽ ആണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന മെത്തേഡ് എന്നതാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്താണ്, പ്രൊവൈഡ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദെയർ പ്രോഗ്രസ്. അപ്പൊ സ്റ്റുഡൻസിന് എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് നമ്മളൊരു ഫയൽ ഉണ്ടാക്കുമ്പോൾ അവർക്ക് അതെന്താണ്, ഒരു സോളിഡ് എവിഡൻസ് ആണ് അവരുടെ വർക്കിന്റെ, അല്ലെ? അപ്പൊ അതെന്തായാലും അവർക്ക് എന്താണ്, ഒരു എൻകറേജ്മെന്റ് ആണ്, ഒരു കോൺഫിഡൻസ്. അതേപോലെ അവർക്ക് ഒരു എന്താണ്, പ്രൗഡ് ആണ്, ഒരു പ്രൈഡ് ആണ്, ഞാൻ ചെയ്ത വർക്കാന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, സോ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. പിന്നെ അതെന്താണ്, അതുകൊണ്ട് തന്നെ അത് ഇംപ്രൂവ് വാട്ട്, സെൽഫ് റിഫ്ലക്ഷൻ, മെറ്റാകോഗ്നിഷൻ സ്കിൽസ്, അത് അവരെ ഇംപ്രൂവ് ചെയ്യാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. പിന്നെ എന്താണ്, അവർക്ക് ഇത് ബെറ്റർ ആക്കണമെന്നുള്ളൊരു ഇതാ ഉണ്ടാവുക എപ്പോഴും മനസ്സിലാവും. അങ്ങനെ ആകുമ്പോൾ അവരുടെ പ്രസന്റേഷൻ സ്കിൽസും ഓർഗനൈസേഷൻ സ്കിൽസും ഒക്കെ എന്ത് ചെയ്യും, എൻഹാൻസ് ആണ്. അവർക്ക് തന്നെ ചെയ്യണം, അതായത് ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് അവിടെ വരുന്നുണ്ടാവും. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, അടുത്ത ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷനിൽ പോകുമ്പോൾ ആ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ഈ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് പോയിട്ട് ദിസ് ഇസ് മൈ പോർട്ട്ഫോളിയോ, ദിസ് ഇസ് അബൌട്ട് മീ എന്ന് പറഞ്ഞ് നമുക്ക് അത് ചെയ്യാം, കാണിച്ചു കൊടുക്കാനും കഴിയും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ ടു ദ സ്റ്റുഡൻസ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടീച്ചറിന്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയത് സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ ആണ്, പക്ഷെ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ഇറ്റ് ഫോർ ദ ടീച്ചേഴ്സ്. അപ്പൊ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിനെ സ്റ്റുഡന്റിനെ മനസ്സിലാക്കാം, അല്ലെ? സ്റ്റുഡന്റിന്റെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാം, സ്റ്റുഡന്റിന്റെ ഗ്രോത്ത് മനസ്സിലാക്കാം. ഈ പോർട്ട്ഫോളിയോ കണ്ടാൽ തന്നെ ആ കുട്ടി എന്തുമാത്രം ഇംപ്രൂവ് ചെയ്തു, എവിടുന്നായി കുട്ടി തുടങ്ങിയത് എന്ന രീതിയിൽ അറിയാം. പിന്നെ എന്താണ്, വർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതേപോലെ ഫീഡ്ബാക്ക് കൊടുക്കാൻ യൂസ് ചെയ്യാം, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം. പിന്നെ എന്താണ്, അവരുടെ ടീച്ചിങ് മെത്തേഡ്സിനെയും അവർക്ക് ഇതിൽ നിന്ന് അനലൈസ് ചെയ്യാം, അല്ലെ? സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ കണ്ടാൽ തന്നെ ഞാൻ ഏത് മെത്തേഡ് എടുത്തപ്പോഴായിരുന്നു ഈ കുട്ടി ഇംപ്രൂവ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അതിന്ന് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ എവിടെ എന്ത് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം, എവിടെയാണ് കുട്ടി ലാക്ക് ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോർട്ട്ഫോളിയോ അനാലിസിസ് നിന്ന് മനസ്സിലാക്കാം. ഓരോ കുട്ടിയുടെയും ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. So these are the benefits of student portfolio to the teachers.